CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആലിപ്പറമ്പിനും പുരസ്കാര നിറവ്. ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് MG കൃഷ്ണനാണ് ആലിപ്പറമ്പിന് അഭിമാനമായത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയാണ്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡിലെ കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം BJPക്ക് ലഭിക്കുമെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് ഇത്തവണ നേടുമെന്നും സന്ദീപ് പറഞ്ഞു. അനങ്ങൻ മലയെ സംരക്ഷിക്കാൻ മലയുടെ താഴ്വാരത്ത് പ്രതീകാത്മക സംരക്ഷണ വലയം തീർത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മൈതാനത്ത് വൃത്താകൃതിയിൽ വലയം തീർത്തത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആലിപ്പറമ്പിനും പുരസ്കാര നിറവ്. ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് MG കൃഷ്ണനാണ് ആലിപ്പറമ്പിന് അഭിമാനമായത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയാണ്. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. ചിത്രം ഇരട്ട. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. ബാല്യത്തിനു ശേഷം 2 വഴികളിലായി പിയർ പിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോടെ അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. അപ്രതീക്ഷിതമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ച സന്തോഷത്തിലാണ് രോഹിത് MG കൃഷ്ണനും ആലിപ്പറമ്പ് ഗ്രാമവും. സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്താവാനും സാധിച്ചു. ഇതോടെ 2 അവാർഡുകൾ നേടി നാടിനു തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രോഹിത് MG കൃഷ്ണൻ. ഇരട്ടയുടെ കഥ, തിരക്കഥ, സംവിധാനം രോഹിത്താണ് നിർവഹിച്ചിട്ടുള്ളത്. അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും രോഹിത് CCN ന്യൂസിനോട് പറഞ്ഞു. സന്തോഷം തോന്നുന്നുള്ള തന്നെയാണ്, അല്ലാതെ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തതില്ല ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നുള്ളത്. പക്ഷേ ഓൾറെഡി സിനിമയ്ക്ക് എന്തെങ്കിലും റെക്കഗ്നേഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതിലെന്തായാലും സന്തോഷമുണ്ട്. ആലിപ്പറമ്പ് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ രോഹിത് MG കൃഷ്ണന് ചെറുപ്പം മുതൽ സിനിമയോട് വലിയ താല്പര്യമായിരുന്നു. സ്കൂൾ പഠനകാലം സിനിമകൾക്ക് പിറകെയായിരുന്നു. കോളേജ് പഠനം മുതൽ ഷോർട്ട് ഫിലിമുകൾ എടുത്തു തുടങ്ങി. 2017 ഇരട്ടയുടെ തിരക്കഥ തയ്യാറായത്. കോവിഡ് കാരണം വൈകിയതിനാൽ 2020 പ്രോജക്ട് തയ്യാറായത്. 2022 ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് 2023 ഫെബ്രുവരി 3 ഇരട്ട റിലീസായി. സിനിമ കുറച്ച് 2017 മുതൽ ഞാൻ ഈ സിനിമയുടെ തിരക്കഥ എഴുതി. അതിൻ്റെ ആദ്യത്തെ വേർഷൻ തിരക്കഥ എഴുതിയിട്ട് പല ആളുകളെ കാണലും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് സിനിമയാക്കാൻ പറ്റിയത് ഒരു 2019 തുടക്കം, 2019-2020 സമയത്താണ്. പിന്നെ അത് സിനിമയായി. സിനിമ തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് അങ്ങനെ ഇത് കൂട്ടി 2 വർഷത്തോളം പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കോവിഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ സിനിമ ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിമുകളാണ്. ജോജു ജോർജ് ഇരട്ട കഥാപാത്രമായാണ് സിനിമയിൽ എത്തിയത്. ചെർപ്പുളശ്ശേരി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയാണ് രോഹിത് ജോലി ചെയ്തിരുന്നത്. മകന്റെ സിനിമാ ഭ്രമത്തെ ആദ്യം എതിർത്തിരുന്നതായും എന്നാൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്നും അമ്മ കുഞ്ഞിമാളു പറഞ്ഞു. മകനെങ്ങനെ സിനിമയുടെ പിന്നാലൊക്കെ പോകുമ്പോ പോണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോന്നളാന്നൊക്കെ പറയും. ഒരു ജോലി ഉണ്ടല്ലോ, അത് മതിന്നൊക്കെ പറയും. എന്നാലും അവൻ പോരില്ലേ അറിയും. വരുവൾക്കും അതാ ഇഷ്ടം. അച്ഛന് ലഭിച്ച അംഗീകാരത്തിൽ മകൻ ഇഷാൻ അദ്രയും സന്തോഷത്തിലാണ്. സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ രോഹിണിയും കൂടെയുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഏട്ടന് കുറെ കാലത്തുള്ള ആഗ്രഹമാണ് ഫിലിം ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫിലിം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. പ്രേക്ഷകരും നാട്ടുകാരും വലിയ പിന്തുണ നൽകിയെന്ന് സഹോദരൻ രാംദാസും പറഞ്ഞു.
ആലിപ്പറമ്പിന് അഭിമാനമായ നേട്ടമാണ് ഇതെന്ന് നാട്ടുകാരൻ MP സതീഷ് പറഞ്ഞു. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത്, ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇതുപോലെ ഒരു മേഖലയിൽ വരിക, അതും വന്ന അതേ സമയത്ത് തന്നെ നല്ല ഒരു സ്റ്റേറ്റ് അവാർഡിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കിന്നത് ഈ വാർത്ത അറിഞ്ഞ് ഒരു ഉത്സവം പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ആളുകളും വായനശാലയുടെ ഭാഗമായിട്ടും ഒക്കെ ഇവിടെ വന്ന് പകൽ വന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡിലെ കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ അതിർത്തിയായ ചെമ്പരത്തിമാട് മലയുടെ ഒരു ഭാഗത്താണ് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. സമീപത്തെ പ്രദേശമായ കോട്ടക്കുന്ന് സെക്രട്ടറിപ്പടി പ്രദേശത്തെ ജനങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്നും ദുസ്സഹമായ ദുർഗന്ധമാണ് വരുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. നഗരസഭ ഒന്നിലധികം തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും തുടരുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് CPM അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സമരം CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. എവിടെ നിന്നെങ്കിലും വന്നിട്ട് കുറ്റിയും പറിച്ചിട്ട് നമ്മുടെ പ്രദേശത്ത് വന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തി ആ പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലേക്ക് അടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് തണ്ടും തടിയും കാട്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ചെർപ്പുളശ്ശേരിയിൽ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ ആ വസ്തുതകൾ മനസ്സിലാക്കണം. ഈ ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി, അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. നമ്മുടെ ആ പ്രദേശത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ജനകീയ മുന്നേറ്റം ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ചെർപ്പുളശ്ശേരിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നമല്ല, അവിടെയുള്ള കക്ഷി രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ല. അവിടെ മൂക്കുള്ള എല്ലാവരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ശരീരമുള്ള എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അല്ലാണ്ട് മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്ക് കോഴി മാലിന്യത്തിന്റെ മണം അടിച്ചു ചെല്ലില്ല എന്ന് വിചാരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അവിടെ താമസിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക്, പ്രവർത്തകരുടെ വീട്ടിലേക്ക് കോഴി മാലിന്യത്തിന്റെ മണം ചെല്ലില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ C. ജയകൃഷ്ണൻ, P. K. ലുക്മാൻ, LC അംഗം K. ഗംഗാധരൻ, നഗരസഭാംഗം K. G. ബിജീഷ്, K. ബാലകൃഷ്ണൻ, O. സുലൈഖ, മണികണ്ഠൻ കോട്ടച്ചാലിൽ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി സൗത്ത് ALP സ്കൂളിൽ നിർമ്മിച്ച പുതിയ അടുക്കളയുടെ ഉദ്ഘാടനം നടന്നു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കിച്ചൺ സ്റ്റോർ നിർമ്മിച്ചത്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ അടുക്കളയുടെ ഉദ്ഘാടനമാണ് നടന്നത്. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നല്ല ഭക്ഷണം പാകം ചെയ്യാൻ പര്യാപ്തമായ വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു അടുക്കളയാണ് നമുക്ക് നിർമ്മിച്ച് കിട്ടിയിട്ടുള്ളത്. അടുക്കളയിൽ ആവശ്യമായ സാധനങ്ങളെ സൂക്ഷിക്കാനും അടുക്കളക്കുള്ള സ്റ്റോറും, എല്ലാ വിദ്യാലയങ്ങളിലും നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു. പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കളയിൽ നല്ല വൃത്തി വെളുപ്പോടുകൂടി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ വൃത്തിയോടുകൂടിയുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറെ കൂടി ആവശ്യമാണ് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാലയങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ കിച്ചൺ കം സ്റ്റോർ എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷനായി. AEO E. രാജൻ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ വിജയശങ്കർ, പ്രധാനാധ്യാപിക P. നിഷ, വാർഡ് കൗൺസിലർ ശ്രീലജ വാഴക്കുന്നത്ത്, സാദിഖ് ഹുസൈൻ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ വ്യാപാരി കൂട്ടായ്മ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. SK ബാലകൃഷ്ണൻ പതാക ഉയർത്തി.
പ്രസിഡന്റ് മജീദ് പാറക്കല്ലെ, സെക്രട്ടറി മോഹൻദാസ്, ഷംസുദ്ദീൻ PT, സത്താർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂവത്താണി UP സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ VD മണികണ്ഠൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് മധുരം വിതരണം ചെയ്തു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് LP സ്കൂളിൽ ഈ വർഷം സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് ഹെഡ്മാസ്റ്റർ A ദിനേശ് പതാക ഉയർത്തി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികവും സാമൂഹ്യവുമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും എത്താനായിട്ടില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ന്. നമ്മുടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ദാരിദ്ര്യത്തിന്റെ, തൊഴിലില്ലായ്മയുടെ, മറ്റ് സാമൂഹ്യമായ പ്രശ്നങ്ങളുടെ വിഷമതകൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും ഇന്ത്യയിലുണ്ട്. അവർക്ക് കൂടി സാമ്പത്തികമായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തിന് മാറാൻ കഴിയണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കുട്ടികൾ ശേഖരിച്ച തുക സ്നേഹക്കുടുക്ക സ്കൂൾ ലീഡർ സാധികയിൽ നിന്ന് MLA ഏറ്റുവാങ്ങി. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് K ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാലയത്തിലെ കൊച്ചു കൂട്ടുകാർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പതിപ്പുകൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ M കുട്ടിക്കൃഷ്ണൻ പ്രകാശനം ചെയ്തു. സ്വാതന്ത്ര്യ സമരകാലത്ത് പെരുമാങ്ങോട് വിദ്യാലയത്തിൽ പഠിച്ചിരുന്നവരെ വിദ്യാലയം ആദരിച്ചു. നന്നായിട്ട് 1947 പിന്നാമ്പുറം എന്നു പേരിട്ട ഈ സ്നേഹസംവാദത്തിൽ അള്ളാളത്തൊടി ശങ്കരൻ നായർ, മാങ്ങോട്ടിൽ കുഞ്ഞുമാളു അമ്മ, മാടായിത്തൊടി കൃഷ്ണൻ, രാമകൃഷ്ണൻ അണ്ണാലത്ത്, മൂലയിൽ നാരായണൻ നായർ എന്നിവർ പങ്കാളികളായി. മണ്ണമ്പറ്റ LP സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ N വാസുദേവൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശങ്കർ, ഹെഡ്മാസ്റ്റർ A ദിനേശ്, സ്കൂൾ വെൽഫെയർ എക്സിക്യൂട്ടീവ് അംഗം രാജീവ് ശ്രീചിത്ര എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുക, സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കുക, ജൽജീവൻ മിഷൻ പദ്ധതിയിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് സുതാര്യമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു. കരിമ്പുഴ പഞ്ചായത്ത് മാത്രം ഞമ്മന്റെ സ്ഥലമാണ് എന്ന് കോൺഗ്രസുകാരും ലീഗുകാരും വിചാരിക്കണ്ട. അങ്ങനെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ, കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ മടിയാണ്, പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കാൻ മടിയാണ്. PM എന്നാൽ പ്രധാനമന്ത്രി എന്നാണ്, അല്ലാതെ പാണക്കാട്ടെ മൊയ്ലിയാർ എന്നല്ലെന്നും അത് കൃത്യമായി വെക്കണമെന്നും സന്ദീപ് ജി വാര്യർ പറഞ്ഞു. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ നരേന്ദ്രമോദി സർക്കാർ എന്ത് പേരാണോ പറഞ്ഞത് അതേ പേര് തന്നെ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി വന്നില്ല. ഇപ്പൊ എന്താ ഉണ്ടാത്തത്? നിങ്ങളെക്കാളും വലിയ പിണറായി വിജയൻ ഞാൻ വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ. വിനീത വിധേയനായിട്ട് നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ പിണറായി വിജയനേക്കാളും വലിയവനൊന്നും അല്ലല്ലോ അനീഫ. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോ പ്രധാനമന്ത്രിയുടെ പേര് പറയണം, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കാൻ തയ്യാറാകണം. PM എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ്, അല്ലാതെ പാണക്കാട്ട മൂല്യാർ എന്നല്ല. അനീഫ മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരം ഇല്ലല്ലോ. ഇപ്പോ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റിന് പുറത്തു നിന്നിട്ടുള്ള സമരമാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ അനീഫയുടെ വീട്ടുപടിക്കൽ സമരം ഉണ്ടാവും, പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയിട്ടും സമരം ഉണ്ടാവും.
കരിമ്പുഴ പാലം കടന്നാൽ MP-ക്ക് ഓർമ്മ തങ്ങളെ മാത്രമാണ്. കരിമ്പുഴ പഞ്ചായത്തിൽ ഓർമ്മിക്കാൻ പാകത്തിന് ഒരാൾ പോലും സ്വന്തം പാർട്ടിയിലില്ല എന്ന ബോധ്യം കൊണ്ടാണോ എന്നും സന്ദീപ് ജി വാര്യർ ചോദിച്ചു. കരിമ്പുഴ പഞ്ചായത്തിൽ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട്, ലീഗുകാരുടെ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് DCCക്ക് പോലും ഒരു അനുതാപവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ MP ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കരിമ്പുഴ പാലം കടന്നാൽ MP-ക്ക് പിന്നെ ഓർമ്മ തങ്ങളെയാണ് എന്നാണ് പറയുന്നത്. കരിമ്പുഴ പഞ്ചായത്തിൽ ഓർമ്മിക്കാൻ പാകത്തിൽ ഒരൊറ്റ എണ്ണം പോലും സ്വന്തം പാർട്ടിയിലില്ല എന്ന ബോധ്യം കൊണ്ടാണോ ബഹുമാനായിട്ടുള്ള MP തങ്ങളെ മാത്രം ഓർക്കുന്നത്? ഇത് ചോദിക്കേണ്ടത് കരിമ്പുഴയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. എത്ര കാലമായി ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇവരുടെ തമ്മിലടി തുടങ്ങിയിട്ട്, അധികാര വടംവലി തുടങ്ങിയിട്ട്? ഈ അധികാര വടംവലി ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സേവിക്കാനുള്ള ത്വര കൊണ്ടാണോ? കരിമ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണോ ഇവിടെ കോൺഗ്രസുകാരും ലീഗുകാരും തമ്മിലടിക്കുന്നത്? അല്ല. കരിമ്പുഴ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിക്കാൻ വേണ്ടി, അധികാരത്തിലെത്താൻ വേണ്ടിയാണ് ഇവരെല്ലാ കാലവും തമ്മിലടിച്ചിട്ടുള്ളത്. എല്ലാ കാലവും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നടന്നിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വലിയ അഴിമതികളുടെ പേരിലാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധാർഷ്ട്യമായിരുന്നു ഇത്രയും കാലം കരിമ്പുഴ പഞ്ചായത്തിലെ ഈ UDF ഭരണസമിതിയെ മുന്നോട്ട് നയിച്ചിരുന്നതെങ്കിൽ പ്രതിപക്ഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട CPM-ഉം ഇടതുപക്ഷവും എല്ലാ കാലത്തും മൗനം പാലിച്ചതുകൊണ്ട് ഇവർക്ക് ഇവിടെ അഴിമതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. BJP കരിമ്പുഴ ഏരിയ പ്രസിഡന്റ് K. പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു. കൃഷ്ണൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. K. നിഷാദ്, N. സച്ചിദാനന്ദൻ, വിജിത, K. മണികണ്ഠൻ, സുന്ദരനാശാൻ, PG തങ്കപ്പൻ നായർ, മജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം BJPക്ക് ലഭിക്കുമെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് ഇത്തവണ നേടുമെന്നും സന്ദീപ് പറഞ്ഞു. പാലക്കാട് അസംബ്ലി ബൈ ഇലക്ഷൻ വാസ്തവത്തിൽ അവിടുത്തെ ജനപ്രതിനിധി, നിലവിലെ ജനപ്രതിനിധി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടുണ്ടായിട്ടുള്ളതല്ല, മറിച്ച് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാനിരിക്കുന്നത്. കേവലം ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലാവധി ഒരു 1.5 വർഷം മാത്രം ബാക്കിയിരിക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് വാസ്തവത്തിൽ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം നേരിടുന്ന വലിയ വികസന വെല്ലുവിളികൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി ആ വെല്ലുവിളികൾ നേരിടുന്നത് കനത്ത പരാജയമായിരുന്നു. അവിടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന് കനത്ത വീഴ്ചകൾ സംഭവിച്ചു. ഇതെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ മാറിയിട്ടുണ്ട്. കേരളത്തിൽ 20% വോട്ടിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ജനപ്രതിനിധി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയെ കേരളത്തിലെ ജനങ്ങൾ ഒരു 3ാം രാഷ്ട്രീയ ബദലിനെ തേടുന്നു എന്നത് സുരക്ഷിതമാണ്. പാലക്കാട് പരമ്പരാഗതമായി തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം BJPക്ക് നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനുമിടയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ചെറിയ വിടവ് നികത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. അതിനുവേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും BJP സംഘടനാ തലത്തിൽ നടത്തിക്കഴിഞ്ഞു. ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ BJPയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. BJPയുടെ ശൈലി എങ്ങനെയാണ്, ആരെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാലും പാലക്കാട് BJPക്ക് വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. പൂക്കോട്ടുകാവ് താനിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. LSS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും വിവിധ എൻഡോമെന്റുകളുടെ വിതരണവുമാണ് നടന്നത്. വാർഡ് മെമ്പർ P. മനോജ് അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, CRCC വിപിൻ, PTA പ്രസിഡന്റ് KP വിജേഷ്, MPTA പ്രസിഡന്റ് S. സജിത എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PK ബീന സ്വാഗതവും KK ബിന്ദു നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. സ്വാതന്ത്ര്യദിനത്തിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്വാതന്ത്ര്യ സംരക്ഷണ റാലി നടത്തി. ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കലിന് ദേശീയ പതാക കൈമാറി
BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു. भारत माता के बोलो, भारत माता के बोलो, भारत माता के. നേതാക്കളായ ഗീതാ മാധവൻ, എ വസന്ത, കെ മല്ലിക, സുനിത ചന്ദ്രശേഖരൻ, ഗീത വില്ലോടി, രമ ഷാജി, രമ ചെറുക്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN മലപ്പുറം. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാവിലെ മീന രാമകൃഷ്ണൻ അവതരിപ്പിച്ച പാണ്ഡിമേളവും ഉണ്ടായി. ആനകൾ ആനയൂട്ടിൽ അണിനിരന്നു. ചടങ്ങിൽ പാണ്ഡിമേളവുമുണ്ടായി. മേളത്തിന് മീറ്റ്ന രാമകൃഷ്ണൻ നേതൃത്വം നൽകി. തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുറുവട്ടൂർ ഗണേഷ് എന്ന കൊമ്പനാണ് പ്രത്യക്ഷ ഗണപതിയായത്. തുടർന്ന് കരിമ്പ്, ഉണങ്ങല്ലരി, കൈതച്ചക്ക, പഴം, തണ്ണിമത്തൻ, വെള്ളരി, ചോളം, നെയ്യ്, ആയുർവേദ മരുന്നുകൾ ചേർത്തിയുള്ള ചോറ് എന്നിവയാണ് ആനയൂട്ടിന് നൽകിയത്. ഭക്ഷണം നൽകിയ തളിക ആനയൂട്ട് കമ്മിറ്റി മെമ്പർമാരെ നിർബന്ധമായി തിരിച്ചേൽപ്പിക്കണം എന്നഭ്യർത്ഥിക്കുന്നു. എല്ലാ ആനകൾക്കും ഒരുപോലെ നൽകാൻ ശ്രദ്ധിക്കുക. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ഹരിദാസൻ, സെക്രട്ടറി VP മനോജ്, ട്രഷറർ M സുഭാഷ്, OP ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ട് മെഗാ തിരുവാതിരക്കളിയും പഞ്ചവാദ്യവും അരങ്ങേറി. കൊളക്കാടൻ മഹാദേവൻ, ഉമാമഹേശ്വര മഠം ഉമാദേവി, പുതുശ്ശേരി വിജയൻ, ചത്തല്ലൂർ മുരളീകൃഷ്ണൻ, കുറുവട്ടൂർ ഗണേഷ്, പള്ളിക്കൽ മിനി, ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി തുടങ്ങിയ ഗജവീരന്മാർ അണിനിരന്നു. നിരവധി ഭക്തജനങ്ങളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. CCN ഒറ്റപ്പാലം. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് IMA രാജ്യവ്യാപകമായി ശനിയാഴ്ച 24 മണിക്കൂർ പണിമുടക്കുന്നു. OP വാർഡ് ഡ്യൂട്ടി, മറ്റ് ഔദ്യോഗിക ജോലികൾ എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും. പെരിന്തൽമണ്ണ IMAയും സമരത്തിന്റെ ഭാഗമാകും. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കില്ല. സ്വകാര്യ ക്ലിനിക്കുകളിൽ പരിശോധന പാടില്ല. IMAയുടെ തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ, ഡോക്ടർമാർ എന്നിവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അതിനായി ഒരു വിജിലൻസ് ടീം പരിശോധന നടത്തുമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഷാജി ഗഫൂർ, ഡോക്ടർ KB ജലീൽ, ഡോക്ടർ സുജിത് S നായർ, ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്, ഡോക്ടർ വിഷ്ണു വാസുദേവ് എന്നിവർ അറിയിച്ചു. മറ്റ് എമർജൻസി സർവീസസ് ഒഴിച്ചുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപാതയിലാണ് IMA. അപ്പോൾ അതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും അതിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഡോക്ടർമാരും സമരത്തിലായിരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകൾ ഉൾപ്പെടെ എല്ലായിടത്തും ഈ സമരം ഉണ്ടാകും. അപ്പോൾ അതിൽ പൊതുജനങ്ങൾ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. CCN പെരിന്തൽമണ്ണ. സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഹെൽത്ത് ക്ലബ്ബ് മെമ്പർമാർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ആദരവ് നൽകി 77 കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വ്യായാമ സംസ്കാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. 8, 7, 6, 5, 4, 3, 2, 1, go!
പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് ഫ്ളാഗ് ഓഫ് ചെയ്തു. NVIO പാർക്കിൽ നിന്ന് രാത്രി 8:30 ആരംഭിച്ച നടത്തം ഓഗസ്റ്റ് 15 രാവിലെ 6:30 അവസാനിച്ചു. തുടർന്ന് ക്ലബിന്റെ ഫ്രീഡം റണ്ണും സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രസിഡന്റ് അരുൺകുമാർ, സെക്രട്ടറി യാസർ, രാജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. നെല്ലായ മേലെ പൊട്ടച്ചിറ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മേലേത്തിൽ ഹനീഫ പതാക ഉയർത്തി. മേലെ പൊട്ടച്ചിറ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് മേലേതിൽ ഹനീഫ പതാക ഉയർത്തി. ഉസ്താദ് ബഷീർ ബാഗവി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. സെക്രട്ടറി MK മജീദ്, നവാസ് കളത്തിൽ, കോയ ഹാജി, അബ്ദു പടിയത്ത്, MT മമ്മു, CK മുത്തു എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. അനങ്ങൻ മലയെ സംരക്ഷിക്കാൻ മലയുടെ താഴ്വാരത്ത് പ്രതീകാത്മക സംരക്ഷണ വലയം തീർത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മൈതാനത്ത് വൃത്താകൃതിയിൽ വലയം തീർത്തത്. സേവ് അനങ്ങമല എന്ന മുദ്രാവാക്യവുമായാണ് മലയുടെ താഴ്വാരത്ത് സംരക്ഷണ വലയവുമായി അവർ ഒത്തുചേർന്നത്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ മൈതാനത്ത് തീർത്ത വലയത്തിൽ കണ്ണികളായി. പ്ലക്കാർഡുകൾ ഉയർത്തി അവർ പ്രതിജ്ഞ ചൊല്ലി. അനങ്ങൻമലയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ TP രാമകൃഷ്ണൻ ചൊല്ലിക്കൊടുത്തു. P മമ്മിക്കുട്ടി MLAയും ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകരും അധ്യാപകരും വലയത്തിന്റെ ഭാഗമായി. തുടർന്നു നടന്ന യോഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K റഫീഖ് അധ്യക്ഷനായി. അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക KT ജയശ്രീ, TP രാമകൃഷ്ണൻ, T ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്ററിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഡോക്ടർ നിഖിൽ ചന്ദ്രസേനൻ, ഡോക്ടർ ആൽവിൻ ആനന്ദ് എന്നിവർ പതാക ഉയർത്തി. മിത്ര മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സാബൂസ് കറിയ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഹോസ്പിറ്റൽ PRO സുനു കെ സണ്ണി, ഹെഡ് നഴ്സ് രജനി, മറ്റു ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആലിപ്പറമ്പിനും പുരസ്കാര നിറവ്. ഇരട്ട സിനിമയിലൂടെ മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ട രോഹിത് MG കൃഷ്ണനാണ് ആലിപ്പറമ്പിന് അഭിമാനമായത്. സംസ്ഥാനത്തെ 2ാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും രോഹിത് സംവിധാനം ചെയ്ത ഇരട്ട സിനിമയാണ്. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡിലെ കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം BJPക്ക് ലഭിക്കുമെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് ഇത്തവണ നേടുമെന്നും സന്ദീപ് പറഞ്ഞു. അനങ്ങൻമലയെ സംരക്ഷിക്കാൻ മലയുടെ താഴ്വാരത്ത് പ്രതീകാത്മക സംരക്ഷണ വലയം തീർത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ മൈതാനത്ത് വൃത്താകൃതിയിൽ വലയം തീർത്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്
മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.